ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു സയൻഷ്യ. ഞാൻ ഒരുപാട് കാലമായി ഷോർട്സുകളും വീഡിയോസുകളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ. മന്ത്ലി പ്ലാനേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ലൈഫ് ഒരു സിസ്റ്റമാറ്റിക് ആയി മാറുന്നതിന് വേണ്ടിയിട്ടും ഓർഗനൈസ്ഡ് ആയി മാറുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും മന്ത്ലി പ്ലാനേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മോനെയും കൂടി അടുത്തിരുത്തിയിട്ട് അവനോടും കൂടി സജഷൻസ് ചോദിച്ചിട്ടാണ് ഞാനെപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും മന്ത്ലി പ്ലാനേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികളെയും കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും, അവർക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അവരോടും കൂടി ചോദിച്ചു നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത്. ചിലപ്പോൾ അവർ പ്ലേയിങ് ഫുട്ബോൾ പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റീഡിങ് ബുക്സാണ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് ചോദിക്കാം, ഒരു ദിവസത്തിൽ 15 മിനിറ്റ്സ് മോനെ ബുക്ക് വായിക്കാൻ പറ്റുമോ? ഇനി അവർ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്, 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൺസിഡർ ചെയ്തിട്ട് 10 മിനിറ്റ്സ് അലോ ചെയ്യാം. അപ്പോൾ ആ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അലോ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. അവരുടെ ഒപ്പീനിയനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവരെങ്ങനെ നോക്കിയാലും ഒരു 10 മിനിറ്റ്സ് റീഡിങ് ബുക്സിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 15-ലോ 20-ലോട്ടൊക്കെ പ്രൊലോങ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഞാനിവിടെ ഒരു മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്യുന്നത് കളർ A4 ഷീറ്റിലാണ്. അതിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ട് ലൈൻസ് വരച്ചിട്ട് എത്ര ഡേയ്സ് ഉണ്ടോ അത്രയും വെർട്ടിക്കൽ ലൈൻസും എത്ര ആക്ടിവിറ്റീസാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത്രയും ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചിട്ടാണ് ഒരു മന്ത്ലി പ്ലാനർ ഞാൻ സെറ്റ് ചെയ്യുന്നത്. മോനിവിടെ മന്ത്ലി പ്ലാനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ റീഡിങ് ബുക്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റഡിയിങ് ടൈം, അതുപോലെ തന്നെ അവൻ്റെ ഫേവറേറ്റ് പ്ലേയിങ് ഫുട്ബോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൺ ആക്ടിവിറ്റീസ്, അതുപോലെ വാച്ച് ഹിസ് ഫേവറേറ്റ് വീഡിയോസ്, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതാണ് മന്ത്ലി പ്ലാനറിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. എല്ലാ മാസവും മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് 5 times ഡെയിലി പ്രെയർ എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഞാനൊരു കോംപ്രമൈസും കുട്ടികൾക്ക് കൊടുക്കലില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് കുട്ടികളിൽ മോറൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ വാല്യൂ ഒക്കെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പ്രെയർ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മൾ പാരൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലാണ് കുട്ടികളും നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. മോനെ എഴുതുന്ന റഫ് നോട്ടിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ മന്ത്ലി ആക്ടിവിറ്റീസിന് പുറമെ അവൻ ഓരോ മന്തും ടാർഗറ്റ് ചെയ്യേണ്ട ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ മന്തിൽ കംപ്ലീറ്റിംഗ് നോട്ട്സ്, പ്രെയർ ചാർട്ട്, ഫുൾ മാർക്ക് ഇൻ എക്സാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഡൂയിങ് ഈസ് ബെറ്റർ ദെൻ പെർഫെക്ഷൻ എന്ന്. നമുക്ക് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഇതാ മന്ത്ലി പ്ലാനറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അത് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൻ ടിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാനും ഒരു മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ പാരൻസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കുട്ടികൾ അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനും ഒരു മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓഫ് കോഴ്സ് കുട്ടികളിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാം.